ആലുവ പുഴയുടെ തീരത്തുള്ള ഈ മനോഹരമായ വീട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ദിലീപിൻ്റെതാണ്. മുല്ലയിലെ നായകനായും 2020 നിർമ്മാതാവായും റിലീസ് ഷൂട്ടിംഗ് തിരക്കുകളിലാണ് ദിലീപ്. തിരക്കിൽ അല്പനേരം ദിലീപ് മുത്ത്. ഈ മഴ ശരിക്കും മീനമാസത്തിൽ മഴ പെയ്യാത്തതാണ്, മഴ പെയ്യണു. ചെറിയ ഒരു പേടിയുണ്ടോ? പേടിയല്ല, ഒരു രസമല്ലേ മഴ പെയ്യുന്നത്. അതെ, പക്ഷെ അത് റിലീസിനെ ബാധിക്കും. അത് പേടിയാണ്. അതാ ചോദിച്ചത്. അത് നാച്ചുറലി എപ്പോഴും നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് എല്ലാം അനുകൂലാവസ്ഥ ഉണ്ടാവണമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പ്രത്യേകിച്ച് മഴ എന്ന് പറയുന്നത് ഈ ഷോയുടെ ടൈം നോക്കിയിട്ടേ വരുള്ളൂ, ആരോ പറഞ്ഞു വിടുന്ന പോലെ വരുന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഭയങ്കര വിഷമമുണ്ടാവും. ഇപ്പൊക്കെ മഴ ഇങ്ങനെ നോക്കിയിരിക്കാൻ, ഈ സിനിമ നമ്മുടെ റിലീസ് ഇല്ലാത്ത സമയത്ത് നോക്കിയിരിക്കാൻ നല്ല സുഖം. ഇപ്പൊ ഈ സമയത്ത് വന്നപ്പോൾ എല്ലായിടത്തും ഉണ്ടായി, പക്ഷെ ഇത് ഈ റിലീസിംഗ് പടങ്ങളിൽ മഴയ്ക്ക് പെട്ടെന്ന് പറഞ്ഞിട്ടൊന്നും വരാൻ പറ്റില്ല, പ്രകൃതിയുടെ ഇതിലുള്ളത്. ജൂലൈ 4 വളരെ ഇഷ്ടപ്പെട്ടൊരു ഡേറ്റ് ആണല്ലേ. സിനിമയും വന്നു, പിന്നെ മീശമാധവൻ റിലീസ് ജൂലൈ 4 അല്ല, അത് നമ്മൾ പോലും അറിയാതെ ശരിക്കും ഇത് ഏറ്റവും ഇഷ്ടമുള്ളത് അമേരിക്കയിലെ ആൾക്കാർക്ക്. ജൂലൈ ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു. ഇവിടെ നമുക്ക് നമ്മളുടെ ഒരു ഫിലിം ഇതുപോലെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാൽ വൈകി പറക്കം തളിക്കാന്ന് പറഞ്ഞ ഫിലിം അങ്ങനെ കൊണ്ടുവന്ന് കറങ്ങി തിരിഞ്ഞ് ആരും റിലീസ് ചെയ്യാത്തൊരു ഡേറ്റ് ആണ് ജൂലൈ 4, ജൂലൈ 5 എന്നൊക്കെ പറയുന്ന ദിവസം. ആ സമയത്ത് റിച്ച് ചെയ്തു. ഇതുപോലെ തന്നെ കറങ്ങി തിരിഞ്ഞ് അതിൻ്റെ അടുത്ത കൊല്ലം സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീശമാധവൻ എന്ന് പറഞ്ഞ പടം ചെയ്തപ്പോൾ അന്ന് എന്നെ സിനിമയിൽ നിന്ന് ബാൻ ചെയ്യുകയും അങ്ങനെ പ്രോബ്ലം ഒക്കെ ഉണ്ടായി. അങ്ങനെ ആ സിനിമയും നീണ്ടു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അതും ആ ഡേറ്റിൽ വന്നു. അപ്പം 2 പടങ്ങൾ അങ്ങനെ ഹിറ്റായപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ മഴക്കാലത്ത്. മഴ എനിക്ക് ഹെൽപ്പ് ചെയ്യും. അതെ, മഴ എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിന്റെ ലക്ഷണമല്ല. അപ്പൊ വല്ലാണ്ട് മഴ പെയ്ത ഒരുപാട് ഐശ്വര്യം, അത്ര നമ്മൾ പറയാം അത്ര വേണ്ട ഒരു ആവശ്യത്തിനൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പൊ നമ്മൾ ആ ഡേറ്റ് നോക്കി വെച്ചു. 3ാമത്തെ തവണയാണ് CD മൂസ ചെയ്തത്. ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും ആ സമയത്ത് വരാതിരുന്ന കംപ്ലീറ്റ് ആൾക്കാർ ആ ഡേറ്റിന് നോക്കി വെച്ചേക്ക. അപ്പൊ അത് കാരണം നമ്മൾ പതുക്കെ മാറുക. ഇതിപ്പോ വന്നുകൊണ്ടിരിക്കുന്നു, ഇത് എവിടം വരെ വരുമെന്നൊന്ന് കാണാന്ന് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുക. ചാന്ത് പൊട്ട് മുല്ല എന്നൊക്കെ ഒരു സ്ത്രൈണഭാവം ഉണ്ടല്ലോ ഈ മുല്ലയ്ക്ക്. സ്ത്രൈണം എന്ന് പറഞ്ഞാലും കൂടുതൽ ആകർഷിക്കുന്നത് ആണുങ്ങളെ തന്നെ അല്ലേ? കാരണം ഏത് സമയത്ത് നമ്മൾ മുല്ലപ്പൂവിൻ്റെ ഒരു ഗന്ധം നമ്മളൊന്ന് നോക്കും. മുല്ല ഇല്ലാത്ത ഇപ്പോൾ ഒരു കല്യാണ വീട്ടിലായാലും ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മളെന്തിനാ അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണതല്ല. ഇപ്പോൾ നിങ്ങൾ ലാൽ ജോസായിട്ട് ദിലീപിൻ്റെ ഒരുപാട് പടങ്ങളായി. പ്രൊഫഷണലി ഭയങ്കര കെമിസ്ട്രിയാണ്. ഇപ്പോൾ പേഴ്സണൽ കെമിസ്ട്രി എങ്ങനെ? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടികൂടി പടം ചെയ്യുന്ന ആൾക്കാരാണ്. പേഴ്സണലി കാരണം വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരേ റൂമിൽ വർഷങ്ങളോടും താമസിച്ചിട്ടുണ്ട്. അതെ, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. നിസ്സാര കാര്യത്തിനൊക്കെ വഴക്കുണ്ടാക്കി ഞാനപ്പോൾ തന്നെ വഴക്ക് വിടും. ലാലുവിന്റെ വഴക്ക് പറയാൻ ഒരുപാട് സമയം എടുക്കും. പെട്ടെന്ന് പിണങ്ങി പിന്നെ കൊച്ചുകുട്ടികളെ പോലെ മാറിയിരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ ചെന്ന് വേറെ കാര്യമൊക്കെ ചെന്നു മാറില്ല അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? അതൊക്കെ നടക്കും. പക്ഷെ ഞാനതപ്പം തന്നെ വിട്ടുകളയും. കുറെ കഴിഞ്ഞപ്പോ നീ എന്തിനാ അങ്ങനെ പറഞ്ഞ, ഓ അപ്പോഴാണ് ഇതുണ്ടല്ലോ അല്ലെങ്കിൽ അതിപ്പോഴും ഉണ്ട്. ഇല്ല, ലാലു പറഞ്ഞത് ഈ അടുത്ത കാലം വെച്ചാൽ ഇത്രയും കാലം 10 സിനിമ ലാലു ചെയ്തു. ലാലു ചെയ്തിട്ട് അതില് ഈ സിനിമയാണ് ഒട്ടും ടെൻഷൻ ഇല്ലാതെ പുള്ളി വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വഴക്കിന് വന്നില്ല, അതുകൊണ്ടായിരിക്കും. പക്ഷെ വഴക്കിടുന്നത് വെറുതെ അല്ല, ഒരു സബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞാൻ എൻ്റെ സംശയങ്ങൾ ചോദിക്കും. ചിലപ്പോൾ ഞാൻ ബലം പിടിക്കാൻ നിൽക്കും. അപ്പോൾ പുള്ളി അത് പറഞ്ഞ് മനസ്സിലാക്കും. അത് ചിലപ്പോൾ എനിക്ക് കയറൂല, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പുള്ളി കയറൂല. ഇതൊക്കെ വഴക്കുണ്ടാക്കി അവസാനം ഒരു സ്ഥലത്തെത്തും ഞങ്ങൾ. പക്ഷെ ദൈവം സഹിച്ച് എല്ലാം നന്നായി വന്നിട്ടുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുള്ളൂ ചെയ്യാനൊക്കെ. അങ്ങനത്തെ എന്തെങ്കിലും അല്ല, ഇപ്പൊ മീശമാധവനാണെങ്കിലും ചാന്ത് പൊട്ടാണെങ്കിലും ഇപ്പൊ മുല്ലയുടെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്ലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലാലുവും കൂടി ഉണ്ടാക്കിയെടുത്ത ഇമേജിന്റെ പ്ലസും കൂടി ഉണ്ട്. കാരണം ഇപ്പോൾ കഴിഞ്ഞ കാല സിനിമകൾ വെച്ചിട്ട് ലാലു എല്ലാ ഇമേജുകൾ ബ്രേക്ക് ചെയ്യും. ഒരു ഡയറക്ടറുടെ ഫിലിം ഇങ്ങനത്തെ ഫിലിമാണെന്നുള്ള സംഭവത്തിനൊക്കെ ലാലു മാറി. ഡിഫറെൻറ്റ് ചാന്തുപൊട്ടാണെങ്കിലും അച്ഛനങ്ങത്തെ വീട്, അതുപോലെ അറബിക്ക, ഇങ്ങനെ ഫിലിംസ് ക്ലാസ്മേറ്റ്സ്, ഇങ്ങനെ ഓരോ സിനിമകൾ വന്നപ്പോൾ ലാൽ ജോസിൻ്റെ സിനിമ എന്താണ് എന്നുള്ളത് സ്ക്രീനിൽ കാണാം, മീൻസ് നമ്മൾ തിയേറ്ററിൽ ചെന്നാൽ അറിയാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ. അത് ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. നമ്മുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ ജീവിതമായിട്ട് ഒരുപാട് ബന്ധമുള്ള ക്യാരക്ടേഴ്സായിട്ട് ഭയങ്കരമായിട്ട് തോന്നും. ഇത് ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഡയറക്ടോറിയൽ ട്രീറ്റ്മെൻറ്റിലുള്ള ഫിലിം തന്നെയാണ്. അത് രസകരമായിട്ട് തന്നെയാണ് ലാലു ചെയ്തിരിക്കുന്നതും. ഇത് ഓരോ സീൻ ബൈ സീൻ പെർഫോമൻസും എല്ലാം കറക്റ്റ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടാക്കുന്ന സംഭവങ്ങളാണ് മുല്ലയിൽ പറഞ്ഞത്.